ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അതിന്റെ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാവുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാവുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. കുടുംബജീവിതത്തെ കുറിച്ച്, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 22 മുതൽ 32 വാക്യങ്ങളിൽ, അതിനുശേഷം മക്കളെ കുറിച്ച്, അതിനുശേഷം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച്, ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് വിശദീകരിച്ച് വരികയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായി തീരണം, കുടുംബജീവിതത്തിൽ എങ്ങനെയായി തീരണം. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഭാര്യ സമർപ്പണ മനോഭാവത്തിൽ നടക്കുന്ന വ്യക്തിയായി തീരണം. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനായി തീരണം. അപ്പൊ ഒരു കുടുംബജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവർക്കും ഈ സന്ദേശം അനുഗ്രഹമായി തീരും. അപ്പോൾ ഈ സമർപ്പണ മനോഭാവം ഉള്ളവരായി തീരണം സഹോദരിമാർ, ഭാര്യമാർ. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ, ഒന്ന് സമർപ്പിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഹിതമാണ്. ഭാര്യ കുടുംബജീവിതത്തിൽ ഭർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. അപ്പൊ കീഴടങ്ങിയിരിക്കുക, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക, കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു സമർപ്പണ മനോഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിനകത്തെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, ക്രിസ്ത്യ ജീവിതത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് അനുഗ്രഹം വേണമെങ്കിൽ ഭാര്യമാർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് പോലെ ഭർത്താവിന്റെ സന്നിധിയിലും സമർപ്പിക്കുന്നവരായി തീരണം. എങ്ങനെ? കർത്താവ് എന്ന പോലെ സമർപ്പിക്കണം. ദൈവസന്നിധിയിൽ യേശു കർത്താവാണ് നമുക്ക് മാതൃക ആയിത്തീരുന്നത്. അപ്പോൾ ക്രിസ്തീയ ദൈവസഭയിൽ കടന്നു വരുന്ന ദൈവജനം അല്ലെങ്കിൽ സഹോദരിമാർ എങ്ങനെ സമർപ്പിക്കണം? അടിമത്വത്തിന്റെ ആത്മാവിനാലല്ല സമർപ്പിക്കപ്പെടേണ്ടത്, സ്നേഹത്തിന്റെ ആത്മാവിനാൽ സമർപ്പിക്കണം. എന്റെ ഭർത്താവ് എന്നെ കീഴ്പ്പെടുത്തുവാനല്ല ശ്രമിക്കേണ്ടത്, ആ സ്നേഹത്തിന്റെ ആത്മാവിനാൽ കീഴ്പ്പെട്ടിരിക്കുവാൻ കഴിയണം. വെറുപ്പിന്റെ ആത്മാവിനാലല്ല നമ്മൾ സമർപ്പിക്കേണ്ടത്, സ്നേഹത്തിന്റെ ആത്മാവിനാൽ സമർപ്പിക്കണം. നീരസത്തിന്റെ ആത്മാവിനാലല്ല സമർപ്പിക്കേണ്ടത്, സ്നേഹത്തിന്റെ ആത്മാവിനാൽ സമർപ്പിക്കണം. പ്രതികരണത്തിന്റെ ആത്മാവിനാലല്ല സമർപ്പിക്കേണ്ടത്, സ്നേഹത്തിന്റെ ആത്മാവിനാൽ നാം സമർപ്പിക്കണം. അപ്പൊ സ്നേഹമാണ് ഒരു കുടുംബജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ കാണുവാൻ കഴിയുമ്പോൾ, സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധത്തിൽ സമർപ്പിക്കുന്നവരായി തീരണം. ഇനി അടുത്തത്, ഈ സമർപ്പിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവസഭയ്ക്കകത്ത് കർത്താവിനെ ആരാധിച്ച കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവസന്നിധിയിൽ ഭർത്താവിന് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സമർപ്പിക്കുക എന്നുള്ളത്. കാരണം ഭർത്താവ് ഭാര്യയുടെ തലയാണ്. കാരണം തിരുവെഴുത്ത് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഭർത്താവ് ഭാര്യയുടെ തലയാണെന്ന് പറയുമ്പോൾ നമ്മളെ ഭർത്താക്കന്മാർ ഭാര്യമാരെ കീഴ്പ്പെടുത്തി ജീവിക്കുക എന്നുള്ളതല്ല അവിടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11 മുതൽ 12 വരെ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആണും പെണ്ണുമെന്നില്ല, പുരുഷനായ സ്ത്രീയായാലും ഒന്നായി കാണുന്നു. ഓരോരുത്തരും മറ്റുള്ളവരെ പോലെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പം ഈ പുരുഷനും സ്ത്രീ എന്ന് പറയുമ്പോൾ സമത്വമുണ്ട്.
പക്ഷെ കീഴടങ്ങി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തുക എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല. സമർപ്പണത്തോടെ ക്രിസ്തു ദൈവസഭയ്ക്ക് മാതൃകയായതുപോലെ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ട് ജീവിക്കണം. അതുകൊണ്ടാണല്ലോ ഈ പൗലോസ് അപ്പോസ്തലൻ ഈ സമത്വത്തെ കുറിച്ച് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞു, അതിൽ യഹൂദനെന്നും യവനനെന്നില്ല, ദാസൻ സ്വതന്ത്രമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പൊ ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ ക്രിസ്തുവിൽ ഒന്നാകുമ്പോൾ, കുടുംബത്തിനകത്ത് ചെല്ലുമ്പോൾ തലയാകുന്ന ക്രിസ്തു, ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് തലയാകുന്ന ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ച് ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത് പോലെ ഭവനത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ തലയാകുന്ന ഭർത്താവിനെ അംഗീകരിച്ചും സമർപ്പിച്ചും ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ തലയാകുന്ന ഒരു വ്യക്തിയെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കാര്യക്ഷമതയോടെ നടത്തുവാൻ ഏതൊരു പ്രസ്ഥാനത്തിനും അതിനൊരു നേതൃത്വം ആവശ്യമാണ്. ആ നേതൃത്വത്തിനെ അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ ഏത് പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തലയാകുന്ന ഭർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ ഭാര്യമാർ പിന്തുട മഹത്തായ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിലാണ്. ആ കാഴ്ചപ്പാടിലായിരിക്കണം കുടുംബജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ കുടുംബജീവിതത്തിനകത്ത് ഭാര്യയും ഭർത്താവും ആ സ്നേഹബന്ധത്തിൽ ആയിത്തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ കാഴ്ചപ്പാടോടുകൂടി വേണം ദൈവസഭയെ സമർപ്പിക്കുവാൻ. കാരണം ആത്മീയ കാഴ്ചപ്പാടില്ലാത്തടത്ത്, അല്ലെങ്കിൽ ആത്മീയ ആരാധന വെളിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത്, ദൈവസഭയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത സ്ഥലത്ത് ഈ ഒരു സമർപ്പണം ഉണ്ടാകുവാൻ കഴിയത്തില്ല. പലപ്പോഴും കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിന്റെ കാരണം അറിയാമോ? ഒരു സമർപ്പണ മനോഭാവം ഇരു കൂട്ടർക്കും ഇല്ലാത്തതിന്റെ കാരണമാണ് ഒരു പക്ഷേ കുടുംബജീവിതത്തിനകത്ത് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് പറയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ എങ്ങനെ കണ്ടോ അതുപോലെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് ഒരു ക്രിസ്ത്യ ജീവിതം, ഒരു കുടുംബ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുവാൻ കഴിയുള്ളൂ. സഹായവും സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ പലപ്പോഴും ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ സംരക്ഷണം തരുവാൻ പ്രാപ്തിയുള്ള ഭർത്താവിനെ ആശ്രയിച്ചു വേണം ഭാര്യമാരുടെ ജീവിതം. ഈ സദൃശ്യവാക്യം 31-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1 മുതൽ 31 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഇനി 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരാം. ഭാര്യമാരെ കുറിച്ചുള്ള ചില ഉപദേശങ്ങൾ. ഭർത്താക്കന്മാർ ഇനിയും അതിന് ഒഴിഞ്ഞു നിൽക്കുന്നവരല്ല. തുടർന്ന് താഴോട്ട് വരുമ്പോൾ ഭർത്താക്കന്മാരെ കുറിച്ചും വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം, വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞുവെന്ന് വരികയിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരിക ഭർത്താവിനോട് നിരന്നു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. അവിടെ പറയാണ്, ഒരു വേർപിരിയലിന്റെ സന്ദേശം വേദപുസ്തകം തരുന്നില്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത കുടുംബങ്ങളില്ല, വഴക്കുണ്ടാകാത്ത കുടുംബങ്ങളില്ല, വാക്കുതർക്കം ഉണ്ടാകാത്ത കുടുംബങ്ങളില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നത് അവർ വേർപിരിയുവാൻ അനുവാദം ദൈവസഭയോ ദൈവദാസന്മാരോ വേദപുസ്തകമോ അംഗീകരിക്കുന്നില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ ഒരു വാക്കുകൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ വാക്കുകൾക്ക്, വേർപിരിയലിന്റെ വാക്കുകൾ ഒത്തിരി കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബ കോടതികൾ ഒത്തിരി ആയിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ കാരണം, ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഇതിനകത്ത് എൻട്രി ചെയ്യുവാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങൾ
അവർ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു കുടുംബ ജീവിതം സക്സസ് ആയി മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. നമ്മളെല്ലാം എടുത്തു നോക്കിയാൽ മതി. ഈ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നിടത്തെല്ലാം മാതാപിതാക്കളുടെ ഇടപെടലുകളാണ് അതൊരു വേർപിരിയിലേക്ക് നയിക്കുന്നത്. ഇനി കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങിയിരിപ്പിൻ. ഭർത്താവ് പറയുന്ന തെറ്റുകൾക്ക് കീഴടങ്ങിയിരിക്കുവാനല്ല പൗലോസ് പറയുന്നത്. ഭർത്താവ് പറയുന്ന കർത്താവിൽ ഉചിതമാവണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കണം. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെ, സ്ത്രീ മൗനമായിരുന്നു, പൂർണ്ണ അനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനും ഞാൻ സ്ത്രീയെ അനുവദിക്കത്തില്ല. അപ്പോൾ കീഴടങ്ങുക, സമർപ്പിക്കുക. എങ്ങനെ? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വൈരാഗ്യത്തിന്റെ ആത്മാവിനാലോ അല്ലെങ്കിൽ വെറുപ്പിന്റെ ആത്മാവിനാലോ നീരസത്തിന്റെ ആത്മാവിനാലോ നമ്മൾ കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല. സ്നേഹത്തിന്റെ ആത്മാവിനാൽ കീഴടങ്ങി ദൈവം ക്രിസ്തു സഭയ്ക്ക് മാതൃകയായിരുന്നത് പോലെ കുടുംബജീവിതത്തിനകത്ത് ഭർത്താവിന് മാതൃകയായി സമർപ്പണത്തോടെ കേൾക്കുക എന്നുള്ളതാണ് ദൈവസഭയിൽ വേദപുസ്തകം നമ്മോട് അറിയിക്കുന്നത്. 1 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, അവണ്ണം സ്ത്രീകളും കനശാലികളായി ഏഷ്ണി പറയാതെ നിർമ്മതരും എല്ലാറ്റിലും വിശ്വസ്തന്മാരുമായിരിക്കണം. അപ്പോൾ ദൈവമക്കളിൽ ദൈവസഭയോട് പറയുമ്പോൾ, ദൈവസഭയുടെ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, സ്ത്രീകൾ കനശാലികളായി തീരണം. കനശാലികളായി തീരണം. കനശാലികളായി തീരുക എന്ന് പറഞ്ഞാൽ സഹോദരിമാർ എപ്പോഴും നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയുന്നവരായി തീരണം. നമ്മുടെ വാക്കുകൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും നമ്മോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ കുഴഞ്ഞാടുന്നവരായി തീരരുത്. പച്ചമലയാളമാണ്, കുഴഞ്ഞാടുന്നവരായി തീരരുത്. ഒരു വ്യക്തി നമ്മോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മൾ അവരോടൊപ്പം ചേരുന്നവരായി തീരാതെ കനശാലികളായി പറഞ്ഞുകൊണ്ട് നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയുന്നവരായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മാത്രമല്ല ഏഷ്ണി പറയാത്തവരായി തീരണം, വിശ്വസ്തരായി തീരണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മറ്റിടത്ത് പോയി പറയുന്നവരായി നമ്മൾ മാറരുത്. അത് വേദപുസ്തകം നമ്മളെ അനുവദിക്കുന്നില്ല. അത് മുഖാന്തരമായി പല കുടുംബങ്ങൾക്കും തകർച്ച ആയേക്കാമെന്ന് പൗലോസ് മുൻകൂട്ടി നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഏഷ്ണി പറയാത്തവരായി തീരണം, വിശ്വസ്തരായി തീരണം, വിശ്വസ്തരായി തീരണം. കുടുംബജീവിതത്തിൽ വിശ്വസ്തരായി തീരണം. ദൈവത്തിന് കർത്താവിന്റെ മുൻപിൽ നാം വിശ്വസ്തരായി തീരണം. നമ്മൾ പലപ്പോഴും സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിഷമം തോന്നിയേക്കാം. പല സഹോദരന്മാരും ഈ സ്വഭാവമുള്ളവരുണ്ട്. ജഡത്തിന്റെ ശരീരം അനുസരിച്ച് പുരുഷന്മാരാണെങ്കിലും സ്വഭാവം അനുസരിച്ച് ഈ സഹോദരിമാരുടെ സ്വഭാവം കാണിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവരും മാറി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ദൈവസഭയിൽ ആയിത്തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കും. സഹോദരിമാരെ കുറിച്ച് പറയുകയാണ്, ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരായും പുത്രപ്രിയന്മാരായും സുബോധവും പാതിവൃത്യമുള്ളവരായും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നവരും ആയിരിപ്പിൻ. ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. അപ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വീട്ടുകാര്യം നല്ലതുപോലെ നോക്കുന്നവരായി ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഇവിടെ പ്രായമുള്ള പിതാക്കന്മാരും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഇരിപ്പുണ്ടല്ലോ, ഒരു കാര്യം ഓർത്തോണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹശേഷം അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ കുടുംബജീവിതം ഒരിക്കലും നശിപ്പിക്കുവാൻ അനുവദിക്കരുത്. അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ അവരെ പ്രാപ്തരാക്കി എടുക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള അനേക കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബ പ്രശ്നങ്ങളെല്ലാം കാരണം എന്തെന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഇതിനകത്തു ഇടപെട്ട് അവരുടെ കുടുംബജീവിതത്തിന് സ്വസ്ഥതയില്ലാതാക്കുവാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രിയ സ്നേഹിതരെ, ക്രിസ്തു അതിന് അനുവദിക്കുന്നില്ല. രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അവർ മാത്രമാണ്. കാരണം ക്രിസ്തു ഒന്നായി ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു പാസ്റ്റർക്കും വേർതിരിക്കുവാൻ കഴിയത്തില്ല, ഒരു മാതാപിതാക്കൾക്കും
ഒരാൾക്കും അതിനെ വേർതിരിക്കുവാൻ അനുവാദമില്ല. അല്ലെങ്കിൽ ഏത് വ്യക്തിയായിരുന്നോട്ടെ അതിന് അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടായാൽ അവരെ വേർതിരിക്കുവാൻ പോകാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കരം കോർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുന്നെങ്കിൽ ക്രിസ്തു നമ്മളിൽ പ്രസാദിക്കുവാൻ ഇടവരും. ഭർത്താക്കന്മാരെ കുറിച്ച് പറയണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നവരായി തീരണം. ഈ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അഗപ്പേലോ എന്നൊക്കെ വേണം നമുക്ക് പറയാം. ദൈവം സഭയെ സ്നേഹിച്ച സ്നേഹം. എന്തുകൊണ്ട്? ഈ ഭർത്താക്കന്മാർ, കുടുംബനാഥൻ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവം എങ്ങനെ അദ്ദേഹത്തെ സ്നേഹിച്ചുവോ അതുപോലെ സ്നേഹിക്കുവാൻ കഴിയണം. ഇതിന് ഒരു വ്യതിയാനം ഉണ്ടാക്കുവാൻ അനുവദിക്കരുത്. ഈ ഒരുപാട് പുസ്തകമാണ്. 3-ാം അധ്യായത്തിലൊക്കെ വാക്കുകൾ വായിച്ചു വരുമ്പോൾ, 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കുകൾ വായിച്ചു വരുമ്പോൾ ആദ്യ സ്നേഹം കുറഞ്ഞു പോകരുത്. നമുക്കെന്ത് പറ്റി? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് ആ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകാൻ അനുവദിക്കരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്നേഹത്തിനകത്ത് വിള്ളലുകൾ വീണാൽ ആ കുടുംബജീവിതത്തിനകത്ത് തകർച്ച ഉണ്ടാകുവാൻ ഇടവരും. ഇനി അകപ്പേലാവൂ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഒരു വ്യക്തി സ്നേഹിക്കപ്പെടുവാൻ അല്ലെങ്കിലും ആ വ്യക്തിയെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നതാണ് അഗപ്പേ ലവ് എന്ന് പറയുന്നത്. അഗപ്പേ സ്നേഹം എന്ന് പറയുന്നത് തീർത്തും യോഗ്യനല്ലെങ്കിലും സ്നേഹിക്കുക. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്നേഹം, ഭർത്താക്കന്മാരുടെ സ്നേഹം, ആ ക്രിസ്തു ദൈവസഭയെ സ്നേഹിച്ചതുപോലെ ആഴമേറിയ ആ സ്നേഹത്തിലേക്ക്, ത്യാഗപൂർണമായ സ്നേഹം എന്നൊക്കെയാ വേദപണ്ഡിതന്മാർ അതിനെ അഭിപ്രായപ്പെട്ടുള്ളൂ. ത്യാഗപൂർണമായ സ്നേഹം. ഇനി ഭർത്താവിന്റെ സ്നേഹത്തിനകത്തുനിന്ന് ഒരു വേർപിരിയലും ഒരു ശുദ്ധീകരണവും അതിനകത്ത് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ അത് കാണുവാൻ കഴിയുന്നതാണ്. ഒരു വേർപിരിയലും ശുദ്ധീകരണവും അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു യുവാവും യുവതിയും തമ്മിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആ എഗ്രിമെന്റിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റു ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആ കുടുംബജീവിതത്തിൽ ആരുമായിട്ടാണോ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. ഇത് പലപ്പോഴും പല കുടുംബജീവിതത്തിനകത്ത് പ്രശ്നമുണ്ടാകുന്ന കാര്യം അറിയാമോ? രണ്ട് കൂട്ടർക്കും ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് സ്നേഹത്തെക്കാൾ മറ്റു പലരുമായി സ്നേഹബന്ധം കൂടുമ്പോഴാണ് പലപ്പോഴും പല കുടുംബത്തിനകത്തും പ്രശ്നമുണ്ടാകുവാൻ ഇടവരുന്നത്. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവർ കുടുംബജീവിതത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ചെന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. പരിഹരിക്കാൻ ചെന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു ദൈവദാസന്റെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ബോയ് ഫ്രണ്ടുമാണ് സംസാരിച്ച 4 മണിക്കൂറാണ്. അവിടെ തൊട്ട് തുടങ്ങി പ്രശ്നത്തിന്റെ ആരംഭം. ആ പ്രശ്നം പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിലൊക്കെ പരിഹരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ ജീവിതയാത്രയ്ക്ക് അധികം ആയുസില്ലായിരുന്നു. ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് വാഹനമെടുത്ത് തന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് വാഹനമെടുത്ത് തന്റെ ഭവനത്തിൽ കടന്നുപോയപ്പോൾ ഒരു ടേണിങ്ങിൽ സൈഡിൽ നിന്നപ്പോൾ ആ ടേൺ തിരിഞ്ഞൊരു ടിപ്പർ ലോറി കയറി വന്ന് തന്റെ ദേഹത്തോട് കയറി ഇറങ്ങി ഓൺ ദ സ്പോട്ടിൽ ആ സഹോദരി ഈ ലോകത്തിൽ മാറ്റപ്പെടുവാനിട വന്നു. പ്രിയ സ്നേഹിതരെ, സംസാരിച്ചവനുമില്ലായിരുന്നു, കളിയാക്കിയവരും ആരുമില്ലായിരുന്നു. നമുക്ക് തന്ന ക്രിസ്തീയ കുടുംബജീവിതം ഈ ലോകത്തിൽ വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിൽ തന്ന ആയുസ് വരെയും നിർമ്മലതയോടെ വിശുദ്ധിയോടെ നയിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് പാളിച്ചകൾ വരുത്തി കളയുവാൻ അനുവദിക്കരുത്. ഇനി ഭർത്താവിന്റെ സ്നേഹത്തിന്, ഭാര്യയോടുള്ള സ്നേഹത്തിന് കുറവുകളോ
അല്ലെങ്കിൽ അതിന് കറയോ മറ്റ് ഇതര കാര്യങ്ങൾ സംഭവിക്കുവാൻ പാടില്ല. ആ ഭർത്താവിന്റെ സ്നേഹം വിശുദ്ധവും കുറ്റമറ്റതും ആയിത്തീരണം. അതുകൊണ്ടാണല്ലോ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ വേണം നമ്മൾ നമ്മുടെ കൂട്ടുദാസിയെ, നമ്മുടെ ഭാര്യമാരെ ദൈവസന്നിധിയിൽ സ്നേഹിക്കുവാൻ. ഇനി പത്രോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം, വാക്യങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്തിന്റെ പരിധി മുഖാന്തരമാണ്. 3-ാം അധ്യായം 7-ാം വാക്യം, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണം. പത്രോസ് പറയാണ്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണമെങ്കിൽ മൗനം പാലിച്ച് അവരെ സ്നേഹിച്ച് അവരെ ബഹുമാനിച്ച് മുന്നോട്ട് പോകണം. വീടിനകത്ത് വഴക്കുണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുവാൻ ഇരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ നമ്മൾ അവരാരാണെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ച് ഇരുകൂട്ടരും ദൈവസന്നിധിയിൽ ബഹുമാനത്തോട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ഇനി ഭർത്താക്കന്മാർ ഭാര്യയോട് ഉണ്ടായിരിക്കുന്ന സ്നേഹം സ്വന്തം ശരീരത്തെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലുള്ള സ്നേഹമായിരിക്കണം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട്. പലപ്പോഴും സ്വന്തം ശരീരത്തെ നമ്മൾ കൂടുതലായി സ്നേഹിക്കും. സ്വന്തം ശരീരമല്ലാത്തത് കൊണ്ട് അതിനെ കുറച്ചും സ്നേഹിക്കുന്നവരായി തീരും. ഈ കുടുംബജീവിതത്തിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭർത്താവ് സ്വന്തം മാതാപിതാക്കൾക്ക് പണം അയച്ചു കൊടുക്കും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. സ്വന്തം പിതാവിനും മാതാവിനും അവരുടെ ചെലവിന് പണം അയച്ചു കൊടുക്കുമ്പോൾ, ഭാര്യയുടെ മാതാവിനും പിതാവിനും പണം അയക്കുമ്പോൾ ഭർത്താക്കന്മാർ പലരും വഴക്കുണ്ടാക്കാറുണ്ട്. ഇവിടെ പത്രോസ് പറയാണ്, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു അതേ അവസ്ഥ തന്നെ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങൾ കൊടുത്തിരിക്കണം. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ കയറി പറയാം. എല്ലാ ഭർത്താക്കന്മാരുടെയും മൊബൈലിന്റെയും പാസ്വേഡ്, ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ഭാര്യമാർക്ക് അറിഞ്ഞിരിക്കണം. എല്ലാ ഭാര്യമാരുടെയും ഫേസ്ബുക്കിന്റെയും മൊബൈലിന്റെയും പാസ്വേഡ് ഭർത്താക്കന്മാർക്കും അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് വൈകിട്ട് പോയിട്ട് നിങ്ങൾ ആരും അതിനുവേണ്ടി പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്നേഹത്തോട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. വഴക്കുണ്ടാക്കി കീഴ്പ്പെടുത്തി, നീ എന്റെ പാസ്വേഡ് ഇന്ന് എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കീഴ്പ്പെടുത്തി ബലം പ്രയോഗിച്ച് മേടിക്കുകയല്ല ചെയ്യേണ്ടത്. അത് സ്നേഹത്തോട് തരുന്നുണ്ടെങ്കിൽ മേടിച്ചോണം. ഓക്കെ, ഞാൻ പോട്ടെ, മുന്നോട്ട് കടന്നു പോകട്ടെ. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്ന കാരണം അറിയാമോ? ഇത് അന്യോന്യം പറഞ്ഞു തീർക്കുവാനോ അന്യോന്യം ഷെയർ ചെയ്യുവാനോ കഴിയാതെ വരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചാൽ പറഞ്ഞത്, ഞാൻ എന്റെ വീട്ടിൽ ഒരു കാര്യം പോലും പറയാറില്ല. എന്റെ കാര്യങ്ങളും എന്റെ അവസ്ഥകളെല്ലാം എന്റെ കൊളീനോട് അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോടാണ് പറയാറുള്ളത്. കാരണം ഇതാണ്, അകത്തു സ്നേഹമില്ലാത്തത് കൊണ്ട്. കുടുംബജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ, കുടുംബത്തിലേക്ക് ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞല്ലോ, ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ആരും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു സംസാരം ആ സ്റ്റൈലേ മാറിപ്പോയല്ലോ. ഒരു ദിവസം ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, കൂടെ കിടക്കുന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു മാറിക്കിടക്കാൻ പറഞ്ഞു. നീങ്ങി കിടക്കാൻ പറഞ്ഞു. ഒരു കട്ടിലിൽ തന്നെ കിടക്കുക. നീങ്ങി കിടക്കാൻ പറഞ്ഞിട്ട് ഭർത്താവ് എന്ത് ചെയ്ത് കേൾക്കുന്നില്ല. ആ സഹോദരി വാട്സപ്പ് എടുത്തിട്ട് തന്റെ ഭർത്താവിന് മെസ്സേജ് അയച്ചു, നീങ്ങി കിടക്കാൻ പറഞ്ഞു. ഒന്നിനെ അദ്ദേഹം തമ്പ് കാണിച്ചു, നീങ്ങി കിടന്നു. പറഞ്ഞതിന്റെ ആശയം, സ്വന്തമായി ഒന്ന് സംസാരിക്കാൻ പോലും ഇന്ന് ആശയവിനിമയം നടത്തുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് എന്ത് പറ്റി? പലപ്പോഴും കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലരും ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇനി ഭർത്താക്കന്മാരോട് പറഞ്ഞ വേഗം നിർത്താം. ഭർത്താക്കന്മാര് ഫീഡ് ചെയ്യുന്നവരും കെയർ ചെയ്യുന്നവരുമായി തീരണം. ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവൾ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാപ്തിയാകുന്നത് വരെ, കുടുംബജീവിതം പരിപാലിക്കുവാൻ പ്രാപ്തിയാകുന്നത് വരെ അവളെ കെയർ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുക. മാത്രമല്ല,
അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അവൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക. ഇനി കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അവളെ ഊഷ്മളതയോടെ ആർദ്രതയോടെ കരുതലോടെ വാത്സല്യത്തോടെ അവളോട് പെരുമാറുക. അവ ഫീഡ് ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതം. എന്തുകൊണ്ട്? ഇത് ബലഹീന മാത്രമാകുന്നത് കൊണ്ട് സഹോദരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലി ഉള്ളത്. ഇനി ഭാര്യമാർ ഭർത്താക്കന്മാർ ഏക ശരീരമായി തീരും. കാരണം ഈ രണ്ട് വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്നവർ ഒരു ശരീരമായി തീരും. കാരണം ഒരു ശരീരത്തിന്റെയും ആത്മാവിന്റെയും ബന്ധത്തിൽ അവർ കുടുംബജീവിതം ആരംഭിക്കുന്നു. ലക്ഷ്യം ഒന്നായിരിക്കും, ചിന്തകൾ ഒന്നായിരിക്കും, അവരുടെ പെരുമാറ്റവും പ്രവർത്തനവും എല്ലാം ഒന്നായിരിക്കും. കാരണം ഒരു ശരീരമായി തീർന്നാൽ രണ്ട് അക്കൗണ്ട് ഇല്ല. ഒരു ശരീരമായി തീർന്നാൽ ഒരു ലക്ഷ്യമുള്ളൂ. ഭർത്താവ് പറയുന്നതും അല്ലെ ഭാര്യ പറയുന്നതും വാക്കുകൾ കേൾക്കുകയും ഉചിതമാവണ്ണം ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ് നല്ല കുടുംബം എന്ന് പറയുന്നത്. കാരണം പെരുമാറ്റവും പ്രവർത്തനവും എല്ലാം ഒന്നായി തീരും. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് കഴിയണം യൂണിറ്റിയുള്ള കുടുംബജീവിതം നയിക്കുവാൻ കഴിയണം. ആ യൂണിറ്റിയുള്ള കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ശാരീരികമായ ഒരു ഐക്യം ഉണ്ടാകുവാൻ കഴിയും. ഈ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ ഈ 2 മുതൽ 5 വരെ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാക്കുന്ന സമയത്തല്ല നിങ്ങൾ വേർതിരിക്കരുത്. ശാരീരികമായ ഒരു ഐക്യം ഉണ്ടാകുവാൻ കഴിയും. യൂണിറ്റി കുടുംബജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു യൂണിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ശാരീരിക ഐക്യം ഉണ്ടാകും. ഇനി മാനസികമായ ഒരു ഐക്യം ഉണ്ടാകും. അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും എല്ലാം ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് എടുക്കേണ്ട ഒരു മാനസികമായ ഒരു ഐക്യം അവിടെ ഉണ്ടാകും. പല കുടുംബത്തിനകത്തും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം ഒരു മാനസികമായ ഐക്യമില്ല. അവരവർക്ക് തോന്നുന്നത് പോലെ അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുടുംബജീവിതത്തിൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഭാര്യയോട് പറയാത്ത അനേക കാര്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാത്ത പല തീരുമാനങ്ങളും പ്രവൃത്തികളും ഉണ്ട്. ഇവിടെ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ മാനസികമായ ഒരു ഐക്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐക്യത്തിന് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ, സ്വപ്നങ്ങളിലേക്ക് എത്തുവാൻ, നിങ്ങളുടെ പദ്ധതികളിലേക്ക് എത്തുവാൻ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ആ പ്രാർത്ഥന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനസിക ഐക്യത ഉണ്ടായിരിക്കണം. മാത്രമല്ല ആത്മീയമായ ഒരു ഐക്യം ഉണ്ടാകണം. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ശാരീരിക ഐക്യം ഉണ്ടായിരിക്കണം, മാനസിക ഐക്യം ഉണ്ടായിരിക്കണം, ആത്മീയ ഐക്യത ഉണ്ടായിരിക്കണം. ആത്മീയ ഐക്യത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും കുടുംബമായി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവരായി തീരണം. ആരാധനയ്ക്ക് കടന്നു വരുന്നവർ ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ കടന്നു വരുവാൻ കഴിയണം. ഒരു ആത്മീയ ഐക്യത എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. കാരണം ഈ ഭൗതികമായ ഭാര്യ ഭർത്താക്കന്മാർ നിഴലായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവാകുന്ന മണവാട്ടിയാകുന്ന ദൈവസഭയെ പ്രതിനിധീകരിച്ചാണല്ലോ ഇത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഞാൻ വേഗം മുന്നോട്ട് കടന്നു പോവുകയാണ്. ഇനി ഈ യഥാർത്ഥ കുടുംബജീവിതം എന്ന് പറയുന്നത്, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രണയമാണ്. അതിന് ആ സ്നേഹത്തിന് അതിരുകൾ വെക്കുവാൻ കഴിയത്തില്ല. നീ യഥാർത്ഥ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ഒരു യൂണിറ്റിയാണ്. ഇത് യഥാർത്ഥ വിവാഹ ജീവിതത്തിനകത്ത് വേറെ രഹസ്യങ്ങളൊന്നും പാടില്ല. കാരണം ക്രിസ്തു ആകുന്ന ആ ഭവനത്തിൽ നാം ദൈവ സാന്നിധ്യം അനുഭവിച്ചു വേണം ആ കുടുംബ ജീവിതത്തിനകത്തെ കൊണ്ടുപോരുവാൻ. അതിനകത്ത് രഹസ്യങ്ങൾ പാടില്ല. ഭാര്യയായാലും കൊള്ളാം, ഭർത്താവായാലും കൊള്ളാം. കുടുംബ ജീവിതത്തിനകത്ത് വ്യക്തിപരമായ രഹസ്യങ്ങൾ കീഴ്ക്കാലം വെച്ചു പുലർത്തുന്നവരായി തീരരുത്. കാരണം ഈ ക്രിസ്തീയ ഭവനത്തിലേക്ക് കടന്നു വരും, ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യവും ആ അന്തരീക്ഷത്തിലും നമ്മൾ ജീവിക്കുന്നവരായി മാറണം. മാത്രമല്ല ഈ ക്രിസ്തീയ കുടുംബജീവിതത്തിനകത്ത് ഭരണമേൽക്കേണ്ടത് കർത്താവായിരിക്കണം. നമ്മൾ രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ ആ രണ്ട് വ്യക്തികൾക്കടയിൽ ഒന്നാമത് തന്നെ ക്രിസ്തു ഉണ്ടായിരിക്കണം. കാരണം എല്ലാറ്റിനും ആ കാര്യങ്ങളുടെ തീരുമാനത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ കഴിയുള്ളൂ. നമ്മൾ പാടുന്നത് കർത്താവേ എന്റെ ഇഷ്ടമല്ല
അങ്ങയുടെ ഇഷ്ടം നിറവേറണം. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ കാര്യങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എന്റെ ഇഷ്ടം നടക്കരുത്, ഞങ്ങളുടെ ഇഷ്ടം നടക്കരുത്, കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ. സമർപ്പണമുള്ളവരായി, വിശുദ്ധരായി, നിഷ്കളങ്കതയോടെ, ശുദ്ധിയുള്ളവരായി, ശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കണം. എന്തിന്റെ നിഴലായിട്ട് നിൽക്കുന്നു? ക്രിസ്തുവാകുന്ന മണവാട്ടി സഭയുടെ നിഴലാണ്. ക്രിസ്തു ചേർക്കുവാൻ വരുന്നത് ശുദ്ധിയുള്ള, വിശുദ്ധിയോടെ ജീവിക്കുന്ന മണവാട്ടി ദൈവസഭയാണ്. നമ്മളാരെങ്കിലും ജീവിതത്തിനകത്ത് എന്തെങ്കിലും പരാജയം പറ്റിയവരെ കൈക്കൊള്ളുവാൻ അനുവദിക്കത്തില്ല. കുടുംബജീവിതത്തിലേക്ക് ഏതെങ്കിലും പരാജയം പറ്റിപ്പോയവരെ പലരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവസഭയെ ചേർക്കുവാൻ വേണ്ടി കാഹളം ധ്വനിക്കുമ്പോൾ നമ്മെ നോക്കുന്നതും അതേ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവജനത്തെ, ദൈവസഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം തീരുന്നതിന് മുമ്പ്, 2025 തീരുന്നതിന് മുമ്പ് ഒരുപക്ഷെ കർത്താവിന് വരവ് സംഭവിച്ചാൽ നമ്മളെ കർത്താവ് നോക്കുന്നത് എന്റെ സഭയാ മണവാട്ടി ആ വ്യക്തി ജീവിതം വിശുദ്ധിയോട് ജീവിച്ചിട്ടുണ്ടോ, നിഷ്കളങ്കതയോട് ജീവിച്ചിട്ടുണ്ടോ, ചുളുക്കം എന്തെങ്കിലും അവന്റെ ജീവിതത്തിനകത്ത് പറ്റിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിത യാത്രയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയിൽ നമ്മളായിത്തീരണം. കാരണം ഏത് നിമിഷവും ഒരു കാര്യം ഉറപ്പാ, കാഹളം ധ്വനിക്കും. സംഭവങ്ങളെല്ലാം അതിന്റെ അച്ചുതണ്ടിലിങ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ സമാധാനം ഏത് നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ, അല്ലെങ്കിൽ ഇതിൽ ആഗ്രഹിക്കുന്ന നമ്മൾ, ഈ വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ കർത്താവിന്റെ കാഹളത്തിൽ മണവാട്ടിയ സഭയെ നമ്മളെ ചേർക്കുവാൻ അനുവദിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഒരുങ്ങാം, കാത്തിരിക്കാം. ഈ വചന കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്.